നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നിരവധി അവസരങ്ങളിലൂടെ മലയാള സിനിമയെ അടക്കി വാഴുകയായിരുന്നു ആരോപിതനായ ആ വ്യക്തി എന്നറിയാം, സിദ്ദിഖ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അവർക്ക് നീതിയുടെ ചെറുകണം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് വലിയ പ്രതീക്ഷ അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. എന്തായാലും സിദ്ദിഖിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ രഞ്ജിത്തിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിൽ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാജിക്കായി വലിയ സമ്മർദ്ദം. അപ്പോൾ പോലും അവസാന നിമിഷം വരെ ആ സ്ഥാനത്ത് തുടരാനുള്ള വലിയ നീക്കം അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ സിദ്ദിഖ് കൂടി രാജിവെച്ച സാഹചര്യത്തിൽ രാജി അനിവാര്യമായി മാറിയിരിക്കുകയാണ്. സർക്കാർ പോലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് രഞ്ജിത്തിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രഞ്ജിത്തിന്റെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തുന്നതാണ്. ഒരു പക്ഷേ രാജിക്ക് മുൻപ് ആസൂത്രണം ചെയ്ത റാലി ആയിരിക്കാം ഇപ്പോൾ എന്തായാലും രാജി ഉണ്ടായിരിക്കുന്നു. പക്ഷേ അവരുടെ പ്രതിഷേധത്തിൽ നിന്ന് മാറുന്നില്ല. മാത്രവുമല്ല, രാജി കൊണ്ട് മാത്രം ഇതൊന്നും അവസാനിക്കുന്നില്ല എന്നതുകൂടിയാണ്. നിയമ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. സർക്കാരിന് ഇനി പരാതിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറയാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് വലിയ പ്രതിഷേധം ഉയരുന്നു. സിദ്ദിഖിനെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ വരുന്നു. കേസെടുത്ത് അന്വേഷണം നടത്തും എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തിനെതിരെയും സമാനമായ നിലയിൽ വേണ്ടിവരുമോ, അതോ ഇനിയും പരാതി വേണം, എഴുതി തയ്യാറാക്കിയ പരാതി വേണം എന്ന കാര്യത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ഇനി അതല്ല സാഹചര്യം എന്നത് മനസ്സിലാക്കണം. വലിയ രീതിയിലുള്ള പ്രതിഷേധം പലയിടങ്ങളിലും ഉയരുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടു, മന്ത്രി സജി ചെറിയാന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. പലയിടത്തും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും ആ രീതിയിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. അത് അദ്ദേഹം നടത്തിയ പരാമർശത്തിലാണ്. ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ നടത്തിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ നിലയിലായി പോയതാണ് ആ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചത്. സർക്കാർ വേട്ടക്കാർക്കൊപ്പം എന്ന സൂചന നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായ രാജി ഉണ്ടായിരിക്കുന്നു. അതിനുശേഷവും അദ്ദേഹത്തിന്റെ കോഴിക്കോട്ടെ വസതിയിലേക്ക് ഇപ്പോൾ BJP പ്രവർത്തകർ മാർച്ച് നടത്തുന്നതാണ് കാണുന്നത്. ഇന്നലെ അദ്ദേഹം വയനാട്ടിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ തന്നെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഔദ്യോഗിക വാഹനം, അതിന്റെ ബോർഡ് ഒഴിവാക്കി, ഔദ്യോഗിക വാഹനവും ഒഴിവാക്കിയിട്ടാണ് കോഴിക്കോട്ടേക്ക് എത്തിയത് എന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ തന്നെ രഞ്ജിത്ത് രാജിവെക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. സിദ്ദിഖിന്റെ രാജിയോടുകൂടിയാണ് രഞ്ജിത്തിന് കൂടുതൽ സമയം ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം ഉണ്ടായത്. രഞ്ജിത്ത് അവസാനം രാജിവെച്ചിരിക്കുന്നു. ഇമെയിലായിട്ടാണ് രാജി അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. VV വിനോദ് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് രാജി എന്നതാണ് മനസ്സിലാകുന്നത്. വിനോദ്,